എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 1. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് അതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരം. അങ്ങനെയുള്ള 10 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഓരോ ദിവസവും ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രതിസന്ധികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരോട് ഇനിയുള്ള ജീവിതം എങ്ങനെ വലിയ തട്ടലും മുട്ടലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യാതൊരുവിധ നിശ്ചയവും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. മാത്രവുമല്ല, രാപ്പകൽ അധ്വാനിച്ചിട്ടും യാതൊരു സമ്പാദ്യവും മിച്ചം വയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ. അതിനോടൊപ്പം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൂടി നഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുക തന്നെയും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന കനലുമായാണ് നിങ്ങൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം, ഗ്രഹനിലകൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതവും മാറിക്കൊണ്ടിരിക്കും. ഈ സമയത്താണ് ദൈവാനുഗ്രഹം അതിൻ്റെ ആ ഒരു പരിപൂർണ തോതിൽ അനുഭവത്തിലേക്ക് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഇതിൽ പറയാൻ പോകുന്ന 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് ഈ ഫെബ്രുവരി 1 മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ഇനി വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളായിട്ട് നിങ്ങൾ കാണേണ്ടത്. ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് അത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്ന വിധത്തിലായിരിക്കും അത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. ആദ്യം ഇപ്പോഴത്തെ ഗ്രഹനില പറയാം, അതിനുശേഷം ആ 10 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ 10 നക്ഷത്രക്കാരെ പറഞ്ഞ ശേഷം നിങ്ങൾ ഈ 10 നക്ഷത്രക്കാർക്ക് നടന്നു കിട്ടാൻ പോകുന്ന ആ 5 ഉദ്ദിഷ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിന് പിന്നാലെ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അതിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ആദ്യം നമുക്ക് ഇന്നത്തെ ഗ്രഹനില ഒന്ന് നോക്കാം. വ്യാഴം മിഥുനം രാശിയിലും ചന്ദ്രൻ കർക്കിടകൻ രാശിയിലും കേതു ചിങ്ങം രാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളും മകരം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് ആ 10 നക്ഷത്രക്കാരെ ഒന്ന് വിശദമായി പരിശോധിച്ചു പോകാം. ആദ്യം ആ 10 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അവർ യഥാക്രമം കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, അനിഴം, മൂലം, തിരുവോണം, ചതയം, ഉത്രട്ടാതി. ഇവരാണ് ആ 10 നക്ഷത്രക്കാർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മുകളിൽ പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഈ 10 നക്ഷത്രക്കാരെ വളരെ കൃത്യമായി നമ്മൾ വേർതിരിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫലപ്രവചനങ്ങളും ഏകദേശം 99% കൃത്യമായിരിക്കും. ഇവിടെ 100% എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തത് നിങ്ങൾ പലരും പല ജീവിതാന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തികളും ഈ പറഞ്ഞ പല വേരിയേഷനുകളിലൂടെയും കടന്നു പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് 100% എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഈ 10 നക്ഷത്രക്കാർക്കും താഴെ പറയുന്ന 5 കാര്യങ്ങൾ ദൈവാനുഗ്രഹത്താൽ നടന്നിരിക്കും. അതിലാദ്യത്തേത് കടബാധ്യതകളിൽ നിന്നും അവിശ്വസനീയമായ മോചനം. ജീവിതത്തിൽ പണം അത് നിങ്ങൾ എവിടെ നിന്ന് വരുമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഈ കടങ്ങളെല്ലാം വീട്ടുമെന്നോ അറിയാതെ പകച്ചു നിന്നൊരു കാലം ഈ 10 നക്ഷത്രക്കാർക്കും ഇനി പഴങ്കഥയാകാൻ പോവുകയാണ്. പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ച് നാളുകളായി 1 രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങൾക്ക് 10 രൂപ ചിലവ് വരുന്ന അവസ്ഥയായിരുന്നു പൊതുവായിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, പലരോടും കൈവായ്പകൾ വാങ്ങിയും ബാങ്ക് ലോണുകളുടെ തിരിച്ചടവ് മുടങ്ങിയും മാനസികമായി തകർന്നു പോയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഈ ഫെബ്രുവരി 1 മുതൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ തീർച്ചയായും പ്രകടമാകും. അതുമൂലം അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും പണം വന്നെത്തും. വർഷങ്ങളായി ആരെങ്കിലും തരാനുള്ള പണം അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച ആ കുടിശ്ശികകൾ നിങ്ങൾക്ക് അവിശ്വസനീയമായ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നത് വഴി സാമ്പത്തിക സുരക്ഷിതത്വവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. സമാധാനത്തോടെ തലയിണയിൽ തലവെച്ചുറങ്ങാനും നിങ്ങൾക്ക് സാധിക്കുന്ന സുദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.
ഇനി രണ്ടാമത് നടക്കാൻ പോകുന്ന ഉദ്ദിഷ്ട കാര്യമായിട്ട് നമുക്കിവിടെ തെളിഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും തിരികെ വരുന്നു. പലപ്പോഴും വീടൊരു യുദ്ധക്കളത്തിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും, അതിപ്പോൾ ദമ്പതികളാകട്ടെ അല്ലെങ്കിൽ മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള കുടുംബാംഗങ്ങൾ തമ്മിലോ ഈ നിലനിന്നിരുന്ന കലഹങ്ങൾ നിങ്ങളുടെ സമാധാനം വളരെയധികം കെടുത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂകമായ അവസ്ഥ, ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു തോന്നലുണ്ടാവുക, ഇതിനെല്ലാം ഈ മാസത്തോടെ അറുതിയാകും. ഗ്രഹനിലകൾ അനുകൂലമാകുന്നതോടെ പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും. വിട്ടുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐശ്വര്യം നിറയുന്നതോടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുമാത്രവുമല്ല, ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങളോ മറ്റ് അസ്വാരസ്യങ്ങളോ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അവയെല്ലാം സൗമ്യമായി പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇനി അടുത്തത് മൂന്നാമത്തെ ഉദ്ദിഷ്ട കാര്യമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് തൊഴിൽ മാറ്റവും വിദേശയാത്ര എന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരവും ഇതോടുകൂടി സാധിക്കും. അതായത് തൊഴിൽ മേഖലയിൽ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരം ലഭിക്കാത്തവർക്കും ചെയ്യുന്ന ജോലിയിൽ ഒട്ടും തൃപ്തിയില്ലാത്തവർക്കും ഇതൊരു വഴിത്തിരിവായിട്ടാണ് അനുഭവത്തിലേക്ക് വരുന്നത്. ജോലി നഷ്ടപ്പെടുമോ എന്ന ആ ഭയത്തിലിരുന്നവർക്ക് ഇനി ആശ്വസിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു തൊഴിൽ മാറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ ഈ കാലയളവിൽ സംഭവിച്ചിരിക്കും. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടും വിസ സംബന്ധമായ തടസ്സങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കാരണം യാത്ര മുടങ്ങിപ്പോയവർക്ക് ദൈവാനുഗ്രഹത്താൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. ഇൻ്റർവ്യൂകളിൽ പരാജയപ്പെട്ടവർക്ക് മികച്ച ഓഫറുകൾ വരുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കും. ഈ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ കരാറുകളിൽ ഒപ്പിടാനും അതുപോലെ തന്നെ വ്യാപാരം വിപുലീകരിക്കാനും അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുചേർന്ന് വരുന്നതായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹിച്ച ഫലം ഈ ഫെബ്രുവരി മാസം പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ മുൻപിൽ തെളിയുന്ന കാലമാണ് സംജാതമായിരിക്കുന്നത്. ഇനി അടുത്തത് നാലാമത്തെ ഉദ്ദിഷ്ട കാര്യമായിട്ട് നമുക്കിവിടെ പ്രശ്നഫലത്തിൽ കിട്ടിയിരിക്കുന്നത് വിട്ടുമാറാത്ത രോഗപീഠകളിൽ നിന്നും ശാരീരിക പുരോഗതി. അതും കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം അലട്ടിയിരുന്നതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുമാത്രവുമല്ല, ഈ ആശുപത്രികൾ ഓരോന്നായി മാറി മാറി കയറിയിറങ്ങിയും മരുന്നുകൾ കഴിച്ചും മടുത്തവർക്ക് ഈ മാസം വലിയ ആശ്വാസമാണ് വന്നു ചേരാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഈ ശാരീരികമായ അവശതകൾ മാത്രമല്ല, അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും മൂലം അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വിട്ടുമാറാത്ത വേദനകൾക്ക് ശമനം ലഭിക്കുകയും കൃത്യമായ ചികിത്സാഫലം കണ്ടു തുടങ്ങുകയും ചെയ്യും. ശരീരത്തിൽ പുതിയൊരു ഉന്മേഷവും ഊർജവും നിറയുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. മനസ്സ് ശാന്തമാകുന്നതോടെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ഇരട്ടി വേഗത്തിൽ മെച്ചപ്പെടുകയും ആത്മവിശ്വാസത്തോടു കൂടി പിന്നീടുള്ള ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കുകയും ചെയ്യും. ഇനി അടുത്തത് അഞ്ചാമത്തെ ഉദ്ദിഷ്ട കാര്യമായിട്ട് നമുക്കിവിടെ തെളിഞ്ഞിരിക്കുന്നത് മാംഗല്യ തടസ്സങ്ങൾ നീങ്ങി വിവാഹ നിശ്ചയം ഉറപ്പായിട്ടും നടന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പല കാരണങ്ങളാൽ വിവാഹം നടക്കാത്തവർക്കും വന്ന ആലോചനകളെല്ലാം അവസാന നിമിഷം മുടങ്ങിപ്പോകുന്നവർക്കും ഇനി നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ പോകുന്ന ആ ഒരു കാലഘട്ടമാണ് സംജാതമാകുന്നത്. ജാതകദോഷം മൂലമോ മറ്റ് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മൂലമോ നിങ്ങളുടെ മാംഗല്യ ഭാഗ്യം വൈകുന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ ഫെബ്രുവരിയിൽ അത് നടന്നിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഈ സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ ആലോചനകൾ, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ, അത് പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള നല്ലൊരു ആലോചന നിങ്ങൾക്ക് വന്നെത്താനോ സാധ്യത വളരെയധികം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്താൻ വിഷമിച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഈ മാസം വലിയൊരു ആശ്വാസം തീർച്ചയായിട്ടും അതിൽ ഉണ്ടായി കിട്ടും. മാത്രവുമല്ല, വീട്ടിൽ നല്ലൊരു മംഗളകർമ്മം നടക്കാനുള്ള എല്ലാവിധ യോഗങ്ങളും നിങ്ങൾക്ക് ഈ മാസം വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 10 നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ജന്മനക്ഷത്രങ്ങളും പേരുകളും താഴെ കമൻറ്റ് ബോക്സിൽ
മറക്കാതെ തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.